ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സുദേവ് എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സുദേവ്. യഥാർത്ഥ പേരല്ല. 28 വയസ്സുണ്ട്. ഞാനൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലർക്കായി ജോലി ചെയ്യുന്നു. എൻ്റെ കുടുംബം പണ്ട് കൂട്ടുകുടുംബമായിരുന്നു മാഡം. അന്ന് അച്ഛൻ്റെ പെങ്ങളും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് അവർ താമസിച്ചതും ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. എൻ്റെ ഒരു മുറപ്പെണ്ണുണ്ടായിരുന്നു, വിനിത. അവളും ഞാനും കൂടി ഒന്നിച്ചാണ് വളർന്നത്. ഏകദേശം 5ാം ക്ലാസ് വരെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. പിന്നീട് ഭാഗം വെച്ച് കഴിഞ്ഞപ്പോഴേക്കും തറവാട് ഞങ്ങൾക്ക് കിട്ടി. അത് കഴിഞ്ഞ ശേഷം അതിന് തൊട്ടപ്പുറത്തായിട്ടാണ് അവരുടെ വീട് വെച്ച് താമസിച്ചത്. അതുകൊണ്ട് തന്നെ എപ്പോഴും പിരിഞ്ഞു പോയ ബന്ധുക്കളൊക്കെ ആ വീട്ടിൽ ഉണ്ടായിരുന്നു മാഡം. ഞങ്ങൾ രണ്ടുപേരും കൂടി മണ്ണപ്പ ചുട്ട് കളിച്ച കാലം മുതൽ ഒന്നായിട്ട് കഴിയുന്നവരല്ലേ. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനും പിന്നെ അപ്പച്ചി എല്ലാം ചേർന്നിട്ടങ്ങ് തീരുമാനിച്ചു. ചെറുപ്പത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോഴേക്കും അപ്പച്ചി പറയും, വലുതാകുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോഴും ഇതുപോലുള്ള ഒരുമയൊക്കെ കണ്ടാൽ മതിയെന്ന്. അന്ന് അതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല. 10ാം ക്ലാസ്സിലെ ബയോളജി പാഠം എടുത്തപ്പോഴാണ് എനിക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായത്. ആണും പെണ്ണും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടെന്നും മറ്റു പല കർമ്മങ്ങളും അവർക്കുണ്ടെന്നും. അപ്പോഴാണ് ഞാൻ അവളെ സ്നേഹവായ്പോടുകൂടി ചേർത്ത് നിർത്താൻ തുടങ്ങിയത്. അവൾ ചോദിച്ചു, എന്താന്ന്. ഞാൻ പറഞ്ഞു, ഒന്നുമില്ലെന്ന്. അന്ന് പ്രായപൂർത്തിയില്ലാത്ത പ്രായമല്ലേ, അതുകൊണ്ട് ഒന്നും അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. പേടിയായിരുന്നു, ജസ്റ്റ് കെട്ടിപ്പിടുത്തം മാത്രം. പക്ഷേ ഞാൻ കോളേജിൽ ചെന്ന് കഴിഞ്ഞ് അവളും കോളേജിൽ ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടുതൽ സാന്ദ്രമായി. പല സ്ഥലത്തും ഞാൻ ചാടിയോടി നടന്നിട്ടുണ്ട് അവളെയും കൊണ്ട്. പിന്നെ അത് മാത്രമല്ല, വീടുകളിലെങ്ങും ആരുമില്ലെങ്കിൽ ഞാൻ അവിടെ പോയിരിക്കും. ആരും ഞങ്ങളെ നിയന്ത്രിക്കില്ല. ആ സമയത്ത് അവളെ ഞാൻ കെട്ടിപ്പിടിക്കുമ്പോൾ ഞാൻ പറയും, ഇതെന്താടി ഭയങ്കര എന്തോ കൊണ്ടു കയറുന്നില്ലോ എന്ന്. അവൾ പറയും, പെണ്ണുങ്ങൾക്ക് അങ്ങനെ പലതും കൊണ്ടു കയറും, നിങ്ങളെന്തിനാണ് അതിൻ്റെ പുറകെ നടക്കുന്നത്, കൊണ്ടു കയറുന്നു എന്ന് പറഞ്ഞിട്ട് പോയി വലിയ മുള്ളുമുരിക്കലും കയറൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കും. ഞാൻ പറയും, ഒരു ദിവസം ഞാൻ കയറും മുള്ളുമുരിക്കിൽ, പക്ഷേ വീട്ടുകാരെല്ലാം സമ്മതിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കും. പക്ഷേ എന്നാലും കരവലയത്തിൽ നിന്ന് അവളെ ഞാൻ വെറുതെ വിടില്ല. ഇങ്ങനെ ഞങ്ങൾ പ്രേമിച്ച് സ്നേഹിച്ചും അല്ലറ ചില്ലറ കുസൃതികൾ കാണിച്ച് നടന്നു. അവളും ചിലപ്പോഴൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ദിവസം അടിമുടി എക്സാമിൻ ചെയ്യുമെന്ന്. പക്ഷേ അവൾക്ക് എന്തോ നാണവും ഭയവും ഒക്കെ ആയിരുന്നതുകൊണ്ട് ഒരു പടി കടന്ന് ഒത്തിരി പടികളിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. അതിനിടയ്ക്ക് എൻ്റെ അമ്മയും അവളുടെ അമ്മയും നാത്തൂമാരാണല്ലോ, അവർ രണ്ടുപേരും കൂടി ഒന്ന് പിണങ്ങി. ആ പിണക്കം പിന്നീട് വലിയ പ്രശ്നങ്ങളായി. അച്ഛനും അപ്പച്ചിയും തമ്മിൽ തെറ്റി. അവർ പറഞ്ഞു, ഏത് കോന്നിന് കല്യാണം കഴിച്ചു കൊടുത്താലും നിൻ്റെ ഈ മരങ്കോടന് എൻ്റെ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കില്ലെന്ന്. നിൻ്റെ മോളെ ഞങ്ങൾക്ക് വേണ്ട, അതിനേക്കാൾ സുന്ദരിയെ കൊണ്ട് എൻ്റെ മകനെ ഞാൻ കല്യാണം കഴിപ്പിക്കും എന്ന് പറഞ്ഞ് വലിയ വഴക്കും വക്കാണമായി. അതിൽ പിന്നെ ഞങ്ങൾ തമ്മിൽ കുടുംബത്തിൽ കണ്ടിട്ടേയില്ല. പക്ഷേ പുറത്തു പോകുമ്പോൾ സ്നേഹം കൈമാറുമായിരുന്നു. എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കാമെന്നൊക്കെ ഞങ്ങൾ ആലോചിക്കുമായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. അവളുടെ കല്യാണം ആദ്യം കഴിഞ്ഞു. അവൾ കണ്ണത്താ ദൂരത്തായി. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ജോലി കിട്ടുന്നത്. ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണവും ഉടനെ തന്നെ നടന്നു മാഡം. ജോലി കിട്ടി 3ാം മാസത്തിൽ എൻ്റെ കല്യാണം നടന്നു. എൻ്റെ ഭാര്യ അധിക സുന്ദരിയാണ്. എനിക്കവളെ ഒത്തിരി ഇഷ്ടമായി. എങ്കിലും എൻ്റെ മുറപ്പെണ്ണിനെ എനിക്ക് മനസ്സിൽ ഒത്തിരി ഇഷ്ടമായിരുന്നു. കഷ്ടപ്പെട്ട് അത് മറക്കേണ്ടി വന്നു. പലപ്പോഴും എൻ്റെ ഭാര്യയോട് കഴിയുമ്പോഴേക്കും മുറപ്പെണ്ണിൻ്റെ കാര്യം ഓർമ്മ വരും. അവളായിരുന്നെങ്കിൽ ഇതിലും മെച്ചമായനെന്ന് ഞാൻ ആലോചിക്കും. എങ്കിലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അതുകൊണ്ട് ഭാര്യയ്ക്ക് ഞാനൊരു കുറവും വരുത്തിയില്ല. അവളുടെ ഇഷ്ടത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ പ്രവർത്തിച്ചു. അതുകൊണ്ടായിരിക്കും ഭാര്യയും ഉണർന്ന് പ്രവർത്തിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് നല്ല സ്നേഹമുണ്ട്, അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഞാൻ റെഡിയായിരിക്കും ചേട്ടാ എന്ന് പറഞ്ഞ് അവൾ എനിക്ക് വേണ്ടി മറ്റ് പല പെണ്ണുങ്ങളും സമ്മതിക്കാത്ത പല കാര്യങ്ങളും മുൻകൈ എടുത്ത് പെരുമാറിയിട്ടുണ്ട്. അതുകൊണ്ട് അവളെ എനിക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. നല്ല സ്നേഹനിധിയായ ഭാര്യ തന്നെയാണ്. 8 മാസത്തിന് മുമ്പ് എനിക്ക് ഒരു ട്രാൻസ്ഫർ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഞങ്ങൾ നല്ലൊരു വാടക വീട് കണ്ടുപിടിച്ചു. ഒരു ബ്രോക്കറാണ് കണ്ടുപിടിച്ചു തന്നത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ആ വീട്ടിൽ താമസം തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ആ വീടിൻ്റെ ഒരു വീടിനപ്പുറത്താണ് എൻ്റെ മുറപ്പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അതറിഞ്ഞ് ഞാൻ ശരിക്കും ഞെട്ടി. അവളെ അഭിമുഖീകരിക്കേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് അസ്വസ്ഥതയായി. അവളുടെ ഭർത്താവിനെ എനിക്കറിയാം.
അവൻ അതിലൂടെയൊക്കെ പോകുന്നത് ഞാൻ കണ്ടു. ഒരു ദിവസം അവൻ്റെ ബുള്ളറ്റിൻ്റെ പുറകിലിരുന്ന് അവൾ പോകുന്നത് ഞാൻ കണ്ടു. അവൾക്കെന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പിന്നീട് ഒരു ദിവസം ഞാൻ നടന്നു പോയി കഴിഞ്ഞപ്പോഴേക്കും അവൾ പാവാടകളും മറ്റും കഴുകി അഴയിൽ വിരിക്കുകയായിരുന്നു. എന്നെ കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. എന്താ അവിടെ നിന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ട്രാൻസ്ഫറായി, അപ്പുറത്തെ വീട്ടിൽ ഞാനാണെന്ന്. അവിടെ ആരോ വന്നെന്ന് കേട്ടു, നിങ്ങളായിരുന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. വരുന്നോ കയറുന്നോ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, നിന്നെ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു പോന്നു. അപ്പോൾ അവൾ പറഞ്ഞു പകൽ സമയത്തൊന്നും ചേട്ടൻ ഇവിടെ കാണില്ല, അതുകൊണ്ട് വരണേന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ എന്നെ മറ്റെന്തെങ്കിലും കാര്യത്തിന് വിളിക്കുകയാണോ എന്നെനിക്ക് തോന്നിപ്പോയി. എന്തായാലും അവൾ വിളിച്ചതല്ലേ. പക്ഷേ ഞാനാണെങ്കിൽ ഭാര്യയോട് എൻ്റെ മുറപ്പെണ്ണിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഇവൾ എൻ്റെ മുറപ്പെണ്ണാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംശയമായിരിക്കും. വേണ്ട, അങ്ങനെ പറയണ്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അയൽക്കാരി എനിക്കറിയാവുന്ന ഒരാളാണ്, അതുകൊണ്ട് നമുക്ക് അവിടെ വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അല്ല, മറ്റു അയൽക്കാരൊന്നും വിളിച്ചില്ലേ? ഇവരുടെ വീട്ടിൽ മാത്രം എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ അയൽക്കാരി നമ്മുടെ നാട്ടുകാരിയാണ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. ഓ, നിങ്ങളുടെ ജൂനിയർ ആയിരുന്നോ? ഞാൻ പറഞ്ഞു ആയിരുന്നു എന്ന്. എന്തെങ്കിലും പ്രേമം ഉണ്ടായിരുന്ന പണ്ട് നിങ്ങൾ തമ്മിൽ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്രേമം മണ്ണാങ്കട്ടെ ഒന്നുമില്ല, നമ്മുടെ ഒരകന്ന ബന്ധമാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് ഭാര്യ വരാൻ തയ്യാറായത്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൾ ഞങ്ങളെ സ്വീകരിച്ചു. പെട്ടെന്ന് തന്നെ വിഭവങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നു. അസലായിട്ട് പാചകം ചെയ്യും എന്നെനിക്കറിയാം, കുഞ്ഞിലെ ചെയ്യുമായിരുന്നു. അത് കഴിച്ചപ്പോൾ എനിക്ക് അവളോട് ഒന്നുകൂടി ഇഷ്ടം തോന്നി. അവളിപ്പോൾ കൊഴുത്തുരുണ്ട്, ഒന്നുകൂടി നന്നായിട്ടുണ്ട്. ഒരു കുട്ടിയുണ്ട്, അതിപ്പോൾ പഠിക്കുന്നത് നഴ്സറിയിലാണ്. അതിനെ രാവിലെ നഴ്സറി കൊണ്ടുവിടും. എന്തായാലും അവൾ കഥകളൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതുകൊണ്ട് ഭാര്യയ്ക്ക് സംശയം തോന്നില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അല്ലടാ നീ ഈ തിരുമുന്ന പരിപാടിയൊക്കെ നിർത്തിയോന്ന് ചോദിച്ചു. അതെന്താ തിരുമുന്ന പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എക്സ്പ്ലെയിൻ ചെയ്തു. അല്ല, ഇവൻ ഇരട്ടയാണല്ലോ, ഇവൻ്റെ കൂടെ ഇരട്ടയായിട്ട് വന്ന ആൾ ജനിച്ചപ്പോഴേ മരിച്ചു പോയെങ്കിലും ഇരട്ടകളിൽ ഒരാളായതുകൊണ്ട് തിരുമ്മിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അസുഖം മാറും, അങ്ങനെ ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. വേദന മാറും, അതുകൊണ്ട് പണ്ട് കാലത്ത് എല്ലാവരും കുഴമ്പിട്ട് തിരുമ്മുമായിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ആ വേദനയെല്ലാം മാറുകയും ചെയ്യുമായിരുന്നെന്ന് അവൾ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ അത്ഭുതം കുറി. എൻ്റെ പൊന്നു ചേച്ചി, ഇതുവരെ ഇയാൾ എന്നോട് ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ മുട്ടിന് വേദനയുണ്ട്, കാലിന് വേദനയുണ്ട്, നടുവിന് വേദനയുണ്ട്, എന്നിട്ടിങ്ങേര് ഇതുവരെ എനിക്ക് എണ്ണയും തന്നിട്ടില്ല, പിണ്ണാക്കം തന്നിട്ടില്ല. അപ്പോൾ അവൾ പറഞ്ഞു അത് ചിലപ്പോഴേ ഈ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാധ്യതയാകുമെന്നറിയാം, എപ്പോഴും തിരുമിക്കും, അതുകൊണ്ടാണ് കള്ളൻ എല്ലാം മറച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പം ജോലിയൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ ആൾക്കാരതൊക്കെ മറന്നു തോന്നും, അതുകൊണ്ട് അങ്ങനൊന്നും പറയില്ല. അപ്പോൾ അവൾ പറയുകയാണ്, ഷൂ അതൊരു അത്ഭുത ശക്തിയാണ് കേട്ടോ, ഇവൻ്റെ വിരലുകൾക്ക് പണ്ടേ അത്ഭുത ശക്തിയുണ്ട്. എൻ്റെ അമ്മയൊക്കെ പറയുമായിരുന്നു വല്ലാത്ത ഒരു വേദനയാണെങ്കിലും അത് ഇവൻ്റെ വിരൽ തൊട്ട് കഴിഞ്ഞാൽ മാറും. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, എൻ്റെ മുട്ടിനൊരു വേദനയുണ്ട്, അടുത്ത് മുട്ടിയതാണ്, 2-3 ആഴ്ചയായി, ഇതുവരെ മാറിയിട്ടില്ല, കുഴമ്പിടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നീ ഒന്ന് കൈയിട്ട് തടവി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറുമെന്നാണ്. ഇത്രയൊക്കെ നോക്കിയിട്ട് മാറിയിട്ടില്ല, ഇനിയിപ്പം നിൻ്റെ കൈവിരലിൻ്റെ അത്ഭുത ശക്തി കൊണ്ട് മാറുമോ നോക്കട്ടെ, പണ്ടത്തെ കാര്യം എനിക്ക് ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞു. ഭാര്യയാണെങ്കിൽ എന്നെ തുറച്ചു നോക്കി. നിങ്ങളെൻ്റെ കൺമുന വെച്ചിട്ട് വേറൊരുത്തിക്ക് എണ്ണ ഒഴിഞ്ഞു കൊടുക്കുകയാണോ എന്നായിരുന്നു അവളുടെ ചോദ്യം. എങ്കിലും എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതിനെന്താ, ഞാൻ ഒന്ന് പിടിച്ച് കുടഞ്ഞു വിടാം, തിരുമ്മി വിടാം എന്ന് പറഞ്ഞു. കാര്യം എനിക്ക് അത്ഭുത ശക്തി ഉണ്ടെന്നല്ലേ പറഞ്ഞത്, ഞാൻ ഇരട്ട ഒരാളാണെന്നും. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഭാര്യയുടെ മുന്നിൽ വെച്ച് തന്നെ അവളാണെങ്കിൽ സോഫയിൽ പോയിരുന്നു. എന്നിട്ട് കാല് അവിടെ ടീപ്പോയിൽ വെച്ചു. എന്നിട്ട് അവൾ പതുക്കെ മുട്ടിന് മേലേക്ക് നൈറ്റി ഉയർത്തി ഇരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒന്ന് അനലൈസ് ചെയ്തു. പണ്ടത്തേക്കാൾ അവൾ സുന്ദരിയായിട്ടുണ്ട്. അവളുടെ കാലുകൾക്ക് ഇപ്പോഴും അപൂർവ ഭംഗിയുണ്ട്. എൻ്റെ മനസ്സിൽ പഴയ പല കഥകൾ ഓടാൻ തുടങ്ങി. സാറ്റിസ്ഫൈഡ് ആകാത്ത കഥകളാണെല്ലാം. ഒന്നും പൂർണ്ണമായിട്ടില്ല. ഒരു പൂർണ്ണ ചന്ദ്രോദയവും ഞാൻ കണ്ടിട്ടില്ല. അർദ്ധചന്ദ്രനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ നടക്കാതെ പോയ വലിയ ആഗ്രഹങ്ങളാണ് അവളുടെ മേൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കാലെടുത്ത് ഒന്ന് നന്നായി ഒഴിഞ്ഞു വിട്ടു. എണ്ണ കൊണ്ട് അധികമായി കഴിഞ്ഞാൽ ഭാര്യ വഷളാകുമെന്ന് എനിക്കറിയാം. ഞാനിടയ്ക്ക് ഒന്ന് തറയിൽ കുത്തിയിരുന്ന് നന്നായി ഒരു 5 മിനിറ്റ് 7 മിനിറ്റ് എടുത്ത് കാണും. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അത്ഭുത ശക്തി ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത്, അപ്പോൾ തീർച്ചയായിട്ടും ശരിയാകുമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് അവൾ ചിരിച്ചു. എന്തായാലും പോരാൻ നേരത്ത് ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റൊക്കെ തന്നാണ് വിട്ടത്. അങ്ങനെ വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞപ്പോൾ
കഴിഞ്ഞപ്പോഴേക്കും ഭാര്യയുടെ മുഖം കടന്നിൽ കുത്തിയ പോലായി. വെല്ലോള് പറഞ്ഞ ഉടനെ തന്നെ ഇരട്ടയാണ് പരട്ടയാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ കാണിക്കുന്നത്? താഴേക്ക് കുത്തിയിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് സാറ്റിസ്ഫാക്ഷനാണ് കിട്ടിയത്? അവിടെ നിന്ന് അങ്ങ് ചെയ്താൽ പോരായിരുന്നു? അല്ലെങ്കിൽ കസേര മുന്നോട്ട് നീക്കിയിരുന്ന് അവിടെ ഇരുന്ന് അങ്ങ് തിരുമ്മിയെ പോരായിരുന്നു? ഉടനെ തന്നെ തറയിലങ്ങ് മുട്ടുകുത്തി നിന്നു. എന്തിന് സ്ത്രീമൂലസ്ഥാനം നിങ്ങൾ കണ്ടോ എന്നൊക്കെ ചോദിച്ച് എന്നോട് ഭയങ്കര വഴക്കായിരുന്നു. എന്നിട്ട് അവസാനം ചോദിച്ചു, സത്യം പറ, അവൾ നിങ്ങളുടെ കാമുകയിലായിരുന്നു, പണ്ട് നിങ്ങൾ തമ്മിൽ ഒത്തിരി ബന്ധമില്ലായിരുന്നു, പറഞ്ഞുടനെ നിങ്ങൾ എന്തിനാ ചെയ്തത്? ഈ രഹസ്യം എന്നോടെന്താ പറയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് കരുതുള്ളി. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല അവൾ, അവൾ എൻ്റെ മുറപ്പെണ്ണാണ്. അത് കേട്ടതോടുകൂടി ആഹാ കൊള്ളാം, നാടകം ബെസ്റ്റ്, വീട്ടുകാരി, അയൽക്കാരി, നാട്ടുകാരി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയി. നിങ്ങളുടെ മുറപ്പെണ്ണാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടത് പറഞ്ഞില്ല? അപ്പോൾ എന്തോ വലിയ പ്രശ്നമുണ്ട്, പണ്ട് നിങ്ങൾ തമ്മിൽ ആടിപ്പാടി നടന്നതാണ് എന്ന് പറഞ്ഞ് അവൾ കലിതുള്ളി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, ഞങ്ങളുടെ കല്യാണം ആലോചിച്ചൊന്നും പറഞ്ഞില്ല, പക്ഷേ അച്ഛനും അമ്മയും ഒക്കെ തമ്മിലുള്ള പ്രശ്നമായി അപ്പച്ചിയുമായി പിരിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പിന്നെ കുടുംബപരമായി യാതൊരു ബന്ധവും ഇല്ലാതായത് എന്ന് പറഞ്ഞു. നിങ്ങളെ കല്യാണം ആലോചിച്ചിരുന്നോ അവളെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കല്യാണമൊന്നുമില്ല, കളിച്ച് അവളെൻ്റെ പെങ്ങളായിട്ട് വരികയില്ലേ. മുറപ്പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കൺസെപ്റ്റ് അല്ലേ, പറച്ചില്ലേ ഉള്ളൂ, അല്ലാതെ നോക്കുമ്പോൾ സിസ്റ്റർ കൺസേൺ ആണ്, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനൊന്നും അല്ലല്ലോ, അവളങ്ങ് കൊഞ്ചി കുഴയുകയായിരുന്നല്ലോ, നൈറ്റി ഉയർത്തിയിരിക്കാൻ അവൾക്ക് ഒരു മടിയുമില്ലായിരുന്നല്ലോ. എടി അതീ പറഞ്ഞ് നാട്ടുപുറത്ത് പഴകിപ്പോയൊരു കാര്യമാണ്, വേദന വന്നു കഴിഞ്ഞാൽ തിരുമ്മി കഴിഞ്ഞാൽ ശരിയാകും ഇരട്ടകളെന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ടാണ് വെറുതെ നീ അതിൽ കാട് കയറേണ്ട കാര്യമില്ല. ഇങ്ങനെയാണ് അവരുടെ കുടുംബം നമ്മുടെ കുടുംബവുമായിട്ട് പണ്ടേ ശരിയല്ല എന്ന് വെച്ചിട്ട് അവളെൻ്റെ മുറപ്പെണ്ണല്ലാതാകുന്നില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ പോയി കണ്ടു, അത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പം നമ്മൾ അവരോട് വലിയ പ്രശ്നങ്ങളൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അതുമാത്രമല്ല അവളെ തട്ടിച്ച് നോക്കുമ്പോൾ നീ എത്ര സുന്ദരിയാണ്, അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് അവളുടെ പുറകെ പോകുന്നത് എന്ന് പറഞ്ഞ് ഭാര്യയെ സമാധാനിപ്പിച്ചു. അപ്പോൾ ഭാര്യ ഒന്നടങ്ങി. അന്ന് രാത്രിയിൽ ഞാൻ പലതും ഓർമ്മയിലുണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് മുന്നോട്ട് ആഞ്ഞു പാഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ അവസാനമായപ്പോൾ ചോദിക്കുകയാണ്, ഇന്നെന്താ എന്തോ വ്യത്യസ്തതയുണ്ടല്ലോ, അവളെ ഓർത്തോണ്ടാണോ ഇന്ന് മൂലസ്ഥാനത്തിൽ വിഗ്രഹം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കി നമ്മുടെ ഉള്ള സമയം കളയരുത്, ഉള്ളിമ്പം കളയരുത്, അതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയിരുന്നു, അവൾ എൻ്റെ പെങ്ങളുടെ സ്ഥാനത്താണെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു. എങ്കിലും ഭാര്യ ഇടയ്ക്കിടയ്ക്ക് കുത്തി നോവിക്കുമായിരുന്നു. അവൾ നിങ്ങളെ കാണുമ്പോഴേക്കും പന്നിക്കുട്ടി തുള്ളുന്നുള്ളങ്ങ് തുള്ളുമായിരുന്നല്ലോ, അവൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടൊരു തുള്ളക്കാരിയാണ്, അടങ്ങി ഒതുങ്ങി നടന്നില്ലെങ്കിലുണ്ടല്ലോ പിന്നെ ഒന്നിനും കൊള്ളാതാക്കും ഞാൻ എന്ന് പറഞ്ഞ് അവൾ എന്നെ ഞെരിക്കാൻ വന്നു. മാഡം, അവൾ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യും, എന്നോട് ഭ്രാന്തമായ സ്നേഹമുള്ള പെൺകുട്ടിയാണ്, പക്ഷേ എന്ന് വെച്ച് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഇത്രയും അടുത്ത് അവളുണ്ട്, അവൾക്കാണെങ്കിൽ പണ്ടത്തിനേക്കാൾ ഇളക്കവും സൗന്ദര്യം കൂടിയിട്ടുമുണ്ട്. അടങ്ങിയിരുന്നാൽ ഒന്നും നടക്കില്ല, മോഹങ്ങൾ മുരടിക്കാൻ പാടില്ല, എന്നെങ്കിലുമൊക്കെ അത് ഒന്ന് സാധകമാക്കണം, പണ്ട് നടക്കാത്തത് ഇപ്പം നടക്കും എന്നൊക്കെ എൻ്റെ മനസ്സ് പറഞ്ഞു. പിന്നീട് ഫോൺ നമ്പർ കൈമാറി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിക്കും, ചാറ്റൊക്കെ ചെയ്യും. അങ്ങനെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ കണ്ടാൽ ആ വെളുപ്പും സൗന്ദര്യമൊക്കെ മാത്രമേ ഉള്ളൂ, മറ്റു പല കാര്യങ്ങളിലും അങ്ങേർക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ജോലി ചെയ്യുന്നത് ഇത്തിരി കട്ടിപ്പണിയാണ്, അതുകൊണ്ടായിരിക്കും എന്നും അങ്ങ് ക്ഷീണമാണ്. ഞാൻ മാക്സിമം പറയാറുണ്ട്, ക്ഷീണമല്ലാതെ റെസ്റ്റ് ഒന്ന് ചെയ്താൽ എല്ലാം ശരിയാവുമെന്ന്. പക്ഷേ ഒരു കുട്ടി ഉണ്ടായ ശേഷം എന്തോ എന്നോടുള്ള കോൺസെൻട്രേഷൻ കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ വെറുതെ ഇരിക്കുകയല്ലേ? ആര് പറഞ്ഞു ഞാൻ വെറുതെ ഇരിക്കുകയാണെന്നും? വെറുതെ ഇരിക്കല്ലെന്ന് നിങ്ങളുടെ ഭാര്യയുടെ തുള്ളാട്ടം കാണുമ്പോഴേ അറിയാം, അവൾക്ക് നിങ്ങളെ മുറുകെ പിടിക്കാൻ വലിയ ഉത്സാഹമാണല്ലോ, കണ്ടാലറിയാം ഭർത്താവിന് വിട്ടുകൊടുക്കുന്ന ടൈപ്പല്ലെന്ന്. ഏതെങ്കിലും പെണ്ണ് ഭർത്താവിന് വിട്ടുകൊടുക്കുമോ? അങ്ങനെയല്ല പറഞ്ഞത്, ഭർത്താവിന് മേൽ ആവശ്യമില്ലാത്ത നിയന്ത്രണം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണാണെന്നും. അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമല്ലോ, അപ്പോൾ ഈ ഗോൾ പോസ്റ്റിൽ വന്ന് ഒന്ന് ഗോൾ അടിച്ചിട്ട് പോ. പണ്ടോ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്ലേ ഗ്രൗണ്ട് ഒട്ടും ഫ്രീ അല്ലായിരുന്നു, എപ്പോഴും അവിടെ സംഘർഷമായിരുന്നു. ഇപ്പോൾ ഇവിടെ സാഹചര്യങ്ങളുണ്ട്, വരൂ മുറച്ചെറുക്ക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞെടി, എന്നാലും റിസ്ക് അല്ലേന്ന്? ഒരു റിസ്ക്കുമില്ല, ഇവിടെ റിസ്ക് ഒക്കെ മാനേജ് ചെയ്യാൻ ആളുണ്ടെന്ന് പറഞ്ഞു. അതെന്താണ് റിസ്ക് മാനേജ് ചെയ്യുന്ന ആള് എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും പറഞ്ഞു, ദേ തൊട്ടപ്പുറത്തെ വീടില്ലേ ആ വീട്ടിലെ ചേച്ചിക്ക് ഇപ്പോൾ 45 വയസ്സുണ്ട്, പക്ഷേ ഹസ്ബൻഡ് ഇവിടെയല്ല വർക്ക് ചെയ്യുന്നത്, കോഴിക്കോട് ഭാഗത്താണ്. 2 ആഴ്ച കൂടി ഇരിക്കുമ്പോഴേ വരികയുള്ളൂ, കുട്ടികളും ഇവിടെ ഇല്ല, അവരൊക്കെ പുറത്താണ്. ചേച്ചിയാണ്
തനിയെ അവിടെ താമസിക്കുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തപ്പോൾ ഇവിടെ വന്ന് കിടക്കും, അല്ലെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ ഞാൻ പോയി കിടക്കും. ആ സമയത്താണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ചേച്ചിക്കും ഇതുപോലെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പഴയൊരു പ്രണയമുണ്ടായിരുന്നു. ഇപ്പോൾ പുള്ളി ഈ അടുത്ത ഭാഗത്തൊക്കെ ഉണ്ട്. ഒരു 5-6 വർഷമായിട്ട് അവർ തമ്മിൽ നല്ല ബന്ധമുണ്ട്. അയാൾ രാത്രിയിൽ വരാറുമുണ്ട്. ഞാൻ ഒരു ദിവസം കണ്ടുപിടിച്ചു. ചേച്ചിയുടെ ജീവിതവും റിസ്കിയാണ്, ആരും അറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ചേച്ചി എന്നോട് പറഞ്ഞു, എടി പകൽ സമയത്ത് പുള്ളി വരുമ്പോൾ നീ ഒന്ന് വന്നിരിക്കണം. ആരെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് റിസ്ക് എന്നെ അറിയിക്കണം. അതുമാത്രമല്ല, ഞങ്ങൾ ബെഡ്റൂമിൽ കയറി കഴിയുമ്പോഴേക്കും നീ ഇവിടെ സ്വാഭാവികമായിരിക്കുന്നത് പോലെ അവിടെയും ഇവിടെയൊക്കെ നടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആരും സംശയിക്കില്ല. നീ ഇവിടെ ഉണ്ടല്ലോ, പ്രശ്നങ്ങളൊന്നുമില്ല. അകത്ത് ഞങ്ങൾ 1-2 മണിക്കൂർ നന്നായി ഫ്രീ ആകുമ്പോഴേക്കും നീ ഇവിടെ മാനേജ് ചെയ്യണം. ഇനി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിന്നെ ഇവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഒരിടം വരെ പോയതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. വായിൽ തോന്നുന്നു പറഞ്ഞോളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വീട് തുറന്നു കിടക്കണം, ഇവിടെ ആളുള്ള പോലെ തോന്നണം. അല്ലാതെ അയാളെ വിളിച്ച് കയറ്റിയിട്ട് എല്ലാം അടച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ രാത്രിയാണെങ്കിൽ ചിലപ്പോൾ റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് പകൽ സമയത്താണ് കൂടുതൽ മാനേജ് ചെയ്യാൻ എളുപ്പം. നീ എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. എന്നെ കണ്ണടച്ച് സഹായിക്കില്ലേ മോളെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അന്ന് തൊട്ട് ചേച്ചിയെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ പ്രണയ പൂർത്തീകരണത്തിനായിട്ട് പ്രേമിച്ച് നഷ്ടപ്പെടുന്നതിൻ്റെ വില എനിക്കും അറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ചേച്ചിക്ക് തിരിച്ച് ഒരു ഉപകാരം ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചല്ല. ചേച്ചിയോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, അതിനെന്താ മോളെ, അവൻ വീട്ടിലേക്ക് വരുമ്പോഴേക്കും നീ വിളിച്ചോട്ട് ഇങ്ങോട്ടിങ്ങി വാ, എന്നിട്ട് അകത്തെ മുറിയിൽ അങ്ങ് പോയിക്കോ. 4-5 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി. ഞാനിവിടെ ഒന്നുമില്ലാത്ത മട്ടിൽ ജോലികളൊക്കെ ചെയ്ത് ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ച് നടക്കും. ഒരു പ്രശ്നവുമില്ല, സേഫാണ്, ആർക്കും ഒന്നും തോന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെയായി പിന്നെ കാര്യങ്ങൾ. ആദ്യത്തെ ഞങ്ങളുടെ കൂട്ടിമുട്ടലിന് ഇത്രയും വർഷങ്ങളെടുത്തല്ലോ. ഞാൻ ആദ്യമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ വീട്ടിൽ ചെന്നു. പിന്നെ പുറകുവശത്തൂടെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് ചെന്നു. ചേച്ചി ഞങ്ങളെ സ്വീകരിച്ചു, അകത്തെ മുറിയിലേക്ക് ആനയിച്ചു. മക്കളെ, ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നേയില്ല, അടുക്കളയിൽ കാണും. എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഈന്തപ്പഴം വേണോ അതോ കാരയ്ക്കാക്കുരു വേണോ എന്തെങ്കിലും പറഞ്ഞാൽ മതി. സ്മൂത്തിയോ എന്ത് വേണമെങ്കിലും ഇടയ്ക്ക് ഇൻ്റർവെല്ലിന് ഞാൻ അടിച്ച് റെഡിയാക്കി വെച്ചേക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. കാര്യം 2 പേർക്കും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ടായിരുന്നു. ആവേശം. ശരിക്കും എനിക്കന്നാണ് മനസ്സിലായത്, ഏറ്റവും മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെ കിട്ടിയെന്ന് പറഞ്ഞാലേ നമുക്ക് ഏറ്റവും നന്നായിട്ട് ജീവിതം ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. ബാക്കി നമ്മൾക്ക് പലരോടും താല്പര്യം തോന്നാം, പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജവും സന്തോഷവും കുറച്ച് ലെവലിൽ മാത്രമേ കാണുകയുള്ളൂ. യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർ തമ്മിൽ, മനസ്സിന് ഇഷ്ടമുള്ളവർ തമ്മിൽ, കൊതിക്കുന്നവർ തമ്മിലാണെങ്കിലേ ആ എനർജി ഹൈ ആയിരിക്കും. അതുമാത്രമല്ല, എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി എന്തൊക്കെ പ്രദാനം ചെയ്തെന്ന് പറഞ്ഞാലും ഇവൾ ഒന്ന് തലയാട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു രസം ഒരിക്കലും ഭാര്യയുമായിട്ട് എനിക്കുണ്ടായിട്ടില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ തലച്ചോറിലാണല്ലോ സ്നേഹവും പ്രേമവും വികാരങ്ങളുമെല്ലാം ഫീഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ രസം ഒന്ന് തന്നെ എന്നെനിക്ക് മനസ്സിലായി. അതുമാത്രമല്ല, അവിടത്തേക്കാൾ കൂടുതൽ നേരം എനിക്ക് ഇവിടെയുണ്ട്. ആവേശം കൊണ്ട് ടൈം കുറഞ്ഞു പോകുന്ന പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് ടൈം കൂടുകയാണ് ചെയ്തത്. ഞങ്ങൾ തമ്മിൽ വല്ലാതൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു. ചുറ്റുപണഞ്ഞു കിടക്കുന്ന കയറുകളേക്കാൾ അധികം കുരുക്കിലായിരുന്നു ഞങ്ങളുടെ മനസ്സുകൾ പണ്ടേയെന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ മനോഹരമായ നിമിഷങ്ങൾ കൊണ്ട് അവിടം അലങ്കൃതമായി. പിന്നീട് ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് ചെല്ലും, ഭാര്യ അറിയാതെ. പിന്നെ ചേച്ചി തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. ചേച്ചിയുടെ പുറവശത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ വരികയും ചെയ്യാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും പലപ്പോഴും പല സമയത്തും മാനേജ് ചെയ്യാൻ ചേച്ചി ഒത്തിരി സഹായിച്ചു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞു, എനിക്കിതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഒരു കണക്ഷൻ റോള് മാത്രം എനിക്ക് എടുക്കാൻ പറ്റില്ല. എനിക്കും നിന്നോട് ഒത്തിരിക്കണം, നീങ്ങി നടക്കണം. നമ്മൾ കാട്ടാടുകളെ പോലെയാണെന്ന് പറഞ്ഞ് അവരെന്നെ വിളിച്ചു. വേണ്ടാന്ന് പറഞ്ഞെങ്കിലും അവർ അതിന് സമ്മതിച്ചില്ല. ഞാൻ നിൻ്റെ ഭാര്യയോട് ഡയറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും, തെളിവുകളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ അടുത്ത് പോകാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ ഭാര്യയ്ക്കും അറിയില്ല, എൻ്റെ മുറപ്പെടിനും അറിയില്ല. അവർ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വേണ്ടി വാതായനങ്ങൾ തുറക്കും. ആദ്യം ഇഷ്ടമില്ലാതാണ് പോയെങ്കിലും ഇപ്പോൾ എനിക്ക് പെരുത്തിഷ്ടമാണ്. മാഡം, 3 സ്ത്രീകളിൽ ഏറ്റവും മികച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചേച്ചിയുടെ പേരെ പറയുകയുള്ളൂ. സ്നേഹം കൂടുമ്പോൾ ചേച്ചി പറയും, നമ്മൾ 2 പേരുമാണ് സൂപ്പർ ജോഡികൾ, നമുക്കങ്ങ് ഒളിച്ചോടി പോയാലോ എന്ന്. ഒരു നിമിഷം അങ്ങനെ പോലും ഞാൻ ചിന്തിക്കും. എന്തുകൊണ്ടാണെന്നറിയില്ല, അവർ എൻ്റെ അടുത്ത് വരുമ്പോഴേക്കും എൻ്റെ മനസ്സ് മാറുന്നുണ്ട്. പിന്നെ ഭാര്യയേക്കാൾ മികച്ചതാണ് എൻ്റെ മുറപ്പെണ്ണ് എന്ന് പറഞ്ഞു പോയി. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഏറ്റവും മികച്ചത് എനിക്ക് ചേച്ചിയാണെന്ന് തോന്നിപ്പോയി. ഇങ്ങനെ നോക്കുമ്പോൾ
മൂന്ന് സ്ത്രീകൾക്കിടയിൽ ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആണ്. എല്ലാം നിർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നിനും സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ലാസ്റ്റിൽ വന്ന ആൾ ഫസ്റ്റിലായതെന്നും എനിക്കറിയില്ല മാഡം. മനസ്സിൻ്റെ വികൃതി വല്ലാത്ത വികൃതി തന്നെ. ഇതിൽ നിന്നെല്ലാം മാറാൻ എനിക്ക് കൗൺസിലിംഗ് കൊണ്ട് സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സ് ഒരു വല്ലാത്ത ദുർഘടം പിടിച്ച സംഗതിയാണ്. അത് കോംപ്ലിക്കേറ്റഡ് ആണ്. ആർക്ക് ആരോട് എന്ത് എപ്പോൾ എങ്ങനെ എന്തൊക്കെ എന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോട് ചിലപ്പോൾ നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പ്രയാസമായിരിക്കും. പക്ഷേ ഒട്ടും ചാൻസ് ഇല്ലാത്ത ആളുകളുമായി നമ്മൾ ദീർഘകാലം പ്രണയത്തിലകപ്പെട്ടു പോയേക്കാം. ഏത് കുരുക്കുകൾ എവിടെ മുറുകുന്നു എന്ന് ആർക്കും അറിയില്ല. എത്രയൊക്കെ സൈക്കോളജി പഠിച്ചെന്ന് പറഞ്ഞാലും ഇതൊന്നും നിർവചിക്കാനും പറ്റില്ല. ഓരോരുത്തർക്കും അട്രാക്ഷൻസ് അതെങ്ങനെ വർക്കൗട്ടാകുന്നു, എങ്ങനെയാണ് ഇതൊക്കെ തലച്ചോറിലേക്ക് വരുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ കുറവ് മിഡിൽ ഇങ്ങനെയുള്ള രീതിയിൽ ഇഷ്ടങ്ങളായി മാറുന്നത് എന്നൊന്നും നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. ഓരോ മനുഷ്യർക്കും ഓരോ വേവ് ലെങ്ത് ഉണ്ട്. കറക്റ്റ് വേവ് ലെങ്തുള്ള ഒരാളെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പ്രായമോ അല്ലെങ്കിൽ ഒന്നും നോക്കാറില്ല, അങ്ങനെ അറ്റാച്ച്ഡ് ആയി പോകുന്നതായിരിക്കാം. അങ്ങനെയൊക്കെ എന്തൊക്കെയോ സൂത്രം പ്രകൃതി ഇതിന് പിന്നിൽ ഒരുക്കി വെച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് തോന്നിയാസാണ്. ഭാര്യയോട് ഇഷ്ടമാണ്, മുറപ്പണ്ണോട് പ്രണയമാണ്, പിന്നെ ചേച്ചിയോട് അതീവ പ്രണയമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവസാനം കൺഫ്യൂഷനേ ഉണ്ടാകുള്ളൂ. അങ്ങനെ പലരെയും പല തട്ടിൽ വെച്ച് പ്രേമിച്ച് ജീവിതം കൺഫ്യൂഷനിൽ അകപ്പെട്ടു പോകും. മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഇപ്പോൾ ചേച്ചി പറയണ ഒളിച്ചൊടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടിപ്പോകാൻ തോന്നിക്കുന്ന രീതിയിൽ മസ്തിഷ്കം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. കോംപ്ലിക്കേഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം താറുമാറാകും. പക്ഷേ ഇതിൽ നിന്നൊക്കെ പിന്മാറണം. ഭാര്യയോട് മാത്രം സ്നേഹം പ്രകടിപ്പിച്ച് ജീവിക്കണമെന്ന് തോന്നുന്നത് നല്ലതാണ്. പക്ഷേ കൗൺസിലിങ്ങിന് പോകുന്നത് കൊണ്ട് ഗുണമുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിൻ്റെ ഒരു സ്ഥിതി അനുസരിച്ചിരിക്കും. വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് കൗൺസിലർ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നടക്കും. കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നൊന്നും അല്ലല്ലോ പറഞ്ഞ് പെട്ടെന്ന് മാറ്റാൻ. പക്ഷേ ചർച്ച ചെയ്ത് വേണ്ടത് മാത്രം തിരഞ്ഞെടുക്കാം. അത് പറഞ്ഞത് കേൾക്കാനും അനുസരിക്കാനും ഒക്കെ തയ്യാറായിരിക്കണം. അങ്ങനെ ഒരു മനസ്സുകൊണ്ട് പോയി കഴിഞ്ഞാൽ നടക്കും. അല്ലാതെ ഓക്കെ കൗൺസിലർ അങ്ങനെ പറഞ്ഞു എനിക്ക് എൻ്റെ ഇഷ്ടം എന്നൊന്നും പറഞ്ഞു പോയി കഴിഞ്ഞാൽ നടക്കില്ല. പറയുന്നത് അനുസരിക്കാൻ പറ്റുമെങ്കിൽ കേൾക്കാൻ പറ്റുമെങ്കിൽ നോക്കാൻ പറ്റുമെങ്കിൽ പോകാം. അല്ലാതെ കൗൺസിലിംഗ് മാജിക്കൊന്നുമല്ല എല്ലാവരെയും മാറ്റിമറിക്കാൻ. അതിനും പരിധികളുണ്ട്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ വേണ്ടി ഒരു കൗൺസിലിംഗ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ അതുകൊണ്ട് നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ നിങ്ങളും നന്നായി ശ്രമിക്കണം. അലുകുലത്തുകളിൽ നിന്ന് മാറി നിൽക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് നല്ലത് തന്നെയാണ്, രസമായിരിക്കും. പക്ഷേ ആ രസത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. വിദഗ്ധമായി മാനേജ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഓക്കെ. കുറ്റബോധവും കൺഫ്യൂഷനും ഒക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവിതം താറുമാറാകും. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാവരും സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്ന ആൾക്കാർക്കുണ്ട്, അവർക്ക് പ്രശ്നമില്ല കേട്ടോ.